ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. മലബാർ ഭാഗത്ത് തെയ്യം അല്ലെങ്കിൽ തിറ എന്നറിയപ്പെടുന്ന ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാന രീതിയാണ് ഇത്. ഉത്സവം അല്ലെങ്കിൽ പൂരം, വേല അങ്ങനത്തെ ആഘോഷ സമയങ്ങളിലാണ് നമുക്ക് തെയ്യത്തിൻ്റെ കാണാൻ പറ്റുക. കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തേക്ക് അല്ലാതെ ഉണ്ടാവും തെയ്യത്തിനായിട്ട് ചില പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. തുലാമാസം കഴിഞ്ഞ് മാനം തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങാൻ പറ്റും. ഏതാനും നാളുകൾ അറക്കുള്ളിൽ ഉറങ്ങി കിടന്നിരുന്ന കോലങ്ങൾ ചെണ്ടമേളം കെട്ട് ഉണരുന്ന സമയമായി. പിന്നെ നാട്ടിലുള്ള സാധാരണക്കാരൻ്റെ ആവലാതികളും വേവലാതിയും കേൾക്കുന്ന ദൈവം അന്ന് മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. നാട്ടിലൊരു ഉത്സവം അല്ലെങ്കിൽ ഒരു പൂരം എന്നൊക്കെ പറയുന്നത് ആ ആളുകളൊക്കെ, ആ നാട്ടുകാരൊക്കെ ഒന്നിക്കുന്ന ഒരു ആഘോഷത്തിൻ്റെ സമയമാണ്. പണ്ടൊക്കെ കുറച്ചും കൂടി ഭയങ്കര തീവ്രമായിരുന്നു. ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ഒന്നിക്കൽ ഇപ്പോഴും ഉണ്ട്. തെയ്യങ്ങൾ പല തരത്തിലുണ്ട്, പല പേരുകളിൽ അറിയപ്പെടുന്നു. പല സ്റ്റോറീസിലും പല പേരുകളാണ്. കാരി, പൊട്ടൻ, അതേപോലെ തന്നെ നീലിയാൻ, ഭഗവതി, മുത്തപ്പൻ, ഗുളികൻ, ചാമുണ്ടി, തീച്ചാമുണ്ടി, അങ്ങനെ പല പല പേരുകൾ ഞാൻ കേട്ടിട്ടുള്ളത്. പല ദേശത്തിലും പല നാട്ടിലും പല രൂപം, പല ഭാവം, അങ്ങനെയൊക്കെയാണ്. ദൈവം എന്ന് തന്നെയാണ് തെയ്യത്തിൻ്റെയും അർത്ഥം. ദൈവത്തിനെ കാണുന്ന പോലെ തന്നെയാണ് തെയ്യത്തിനെയും എല്ലാവരും കാണുന്നത്. വിശ്വാസികൾക്ക് ഭൂമിയിൽ ഇറങ്ങി വന്ന ദൈവങ്ങളാണ് തെയ്യങ്ങൾ. മുന്നേ പറഞ്ഞ പോലെ ഇത് തീർത്തും ഒരു റിലീജിയസ് ആയിട്ടുള്ളൊരു ആചാര അനുഷ്ഠാന രീതിയാണ്. വിശ്വാസികൾക്ക് ഇത് തീർത്തും ദൈവത്തിനെ കാണുന്നൊരു ഫീലിംഗ് ആണ്. ഇത് ഈ കോലം കെട്ടുന്ന ആളുകളും തികച്ചും അതൊരു ഭക്തിയോടുകൂടി ചെയ്യുന്ന ഒരു സംഭവമാണ്. അവർ മുന്നേ കൂട്ടി നൊയമ്പെടുത്ത് ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ട് തന്നെയാണ് ഇത്തരം വേഷങ്ങളൊക്കെ കെട്ടുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വെളിച്ചപ്പാടിനെ കാണുന്നത് പോലും പേടിയായിരുന്നു. നമ്മൾ സ്കൂളിലൊക്കെ പോണ വഴിക്ക് വെളിച്ചപ്പാടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ മാറി നിൽക്കും, ഇവരെന്തും ചെയ്യുമെന്നുള്ളൊരു ഭയമായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ കാട്ടാളൻ കെട്ടാന്ന് പറയും. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ വീടിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് പോകും. ഒരു വീടാന്തരം കയറി ഇതാക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഓടിക്കയറും.
ഓരോ നാടിനെ കേന്ദ്രീകരിച്ചുള്ള കാവുകളിലോ തറകളിലോ സ്ഥാനങ്ങളിലോ മുൻകൂറായിട്ട് നിശ്ചയിച്ച പ്രത്യേക ദിവസങ്ങളിലായിരിക്കും ഇത്തരം അനുഷ്ഠാനങ്ങൾ നടന്നു വരിക. വീഡിയോയിൽ കാണുന്നത് ഒരു പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാട്ടിലൊരു ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. പല പല വേഷങ്ങളുണ്ട് അതിൽ. അവർ പല നൃത്തങ്ങളൊക്കെ ചവിട്ടുന്നുണ്ട്. എന്താണ് അതിന് സ്റ്റോറി എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. 1-2 വർഷം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നു ചെറിയ അവർ ഒരു നാടിനെ സേവ് ചെയ്യുന്ന രീതിയിൽ യുദ്ധം ചെയ്യുക, അതിൻ്റെ ആഹ്ലാദ പ്രകടനം അങ്ങനെ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ തെയ്യാട്ടം എന്ന് പറഞ്ഞ ഈ ഒരു അനുഷ്ഠാനത്തിൽ തെയ്യത്തിൻ്റെ ഒരു നൃത്തത്തിൻ്റെ കൂടെ തന്നെ ചെണ്ടമേളത്തിന് അത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ആ ഒരു ഫീലിങ്ങിലേക്ക് നമുക്ക് എത്തിക്കാൻ നമ്മൾ ആ ഒരു ഭക്തി നമ്മളിലേക്ക് കുറച്ചും കൂടി ആഴത്തിലെത്തിക്കാൻ ആ ഒരു ചെണ്ടയുടെ ആ ഒരു താളത്തിന് ഭയങ്കരമായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ചുവപ്പ് തീം, ആ ഒരു മൊത്തത്തിലുള്ളൊരു ചുവപ്പ് തീമും ഭയങ്കര ഈ ഒരു ഇതിനെ വല്ലാതെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ അവരുടെ കോസ്റ്റ്യൂമിലുള്ള ചുവപ്പ്, പിന്നെ ഒരു നടുവിൽ തീ കൂട്ടിയിട്ടുള്ളത് ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും നമ്മൾ വല്ലാത്തൊരു ഫീലിലേക്ക് എത്തുന്നുണ്ട്. വർഷാവർഷം ചിലപ്പോൾ ഈരാണ്ട് കൂടുമ്പോഴോ മൂവാണ്ട് കൂടുമ്പോഴോ ആവാം തെയ്യം കെട്ടിയാടുന്നത്. ഇതിൻ്റെ ഡ്യൂറേഷൻ അതാത് പ്രദേശത്തെ ആചാരാനുഷ്ഠാന രീതികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ചൂട്ടും ചുവപ്പും മേളവും തെയ്യത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഇവ മൂന്നും. ഇതിൻ്റെ പങ്ക് വലുതാണ്. നമ്മളെ കണ്ണിനെ, കാതിനെ, നമ്മളെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന രീതിയിലാണ് ഇവ മൂന്നും അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഭയം എന്ന വികാരം, ആ വികാരത്തിലൂന്നിയിട്ടുള്ളൊരു ആരാധന രീതിയും കൂടിയാണിത്. ഭയപ്പെടുന്ന ഒന്നിനെ ആരാധിച്ച് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള മാർഗങ്ങളിൽ ഒന്നുകൂടിയാണ് തെയ്യാട്ടങ്ങൾ.
ഓരോ കോലങ്ങൾക്ക് പിന്നിലും ഓരോ കഥകളാണ്. ഈ കഥകൾ മിക്കവാറും ദൈവങ്ങളുടെ രക്ഷിക്കുന്നതുമായിട്ടും അവരുടെ ശിക്ഷകളെക്കുറിച്ചും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പറഞ്ഞ കഥകൾ മനുഷ്യരുടെ മനസ്സിൽ എത്രമേൽ സഞ്ചരിക്കുന്നു എന്നതാണ് തെയ്യങ്ങൾ അവർ എത്രമേൽ ചേർത്ത് പിടിക്കുന്നു എന്നതിൽ വെളിവാകുന്നത്. നാട്ടിലെ ആഘോഷം, ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ, അതിലുള്ള കുറേ പ്രോഗ്രാംസ്, ഇതേപോലെ തന്നെ അനുഷ്ഠാനങ്ങൾ, നമ്മളെ ചെണ്ടമേളം, ഇത്തരത്തിലുള്ളതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നമ്മളെ കുട്ടിക്കാലത്ത് ഓടി നടന്ന കാര്യങ്ങളും നമുക്ക് അന്ന് ഉണ്ടായിരുന്ന കുറേ ഓർമ്മകളും നമ്മളെ മനസ്സിലൂടെ ഇങ്ങനെ ആ ഒരു ചിത്രങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നതൊക്കെ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രോഗ്രാംസൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു കുട്ടിയാണ് നമ്മളെ ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്നതാണ് എനിക്ക് തോന്നാറുള്ളത്. നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പണ്ട് നമ്മൾ ഒരുപാട് കണ്ട് പിന്നെ നമ്മൾ മിസ് ചെയ്ത കുറേ കാര്യങ്ങൾ വീണ്ടും കിട്ടിയ പോലത്തെ ഒരു സന്തോഷം. ആധികാരികമായിട്ട് തെയ്യത്തെക്കുറിച്ചിട്ട് പറയുന്നൊരു വീഡിയോ ആയിട്ട് ഇതിനെ കാണരുത്. ഇത്തരത്തിലൊരു പ്രോഗ്രാം കണ്ടപ്പോൾ ജസ്റ്റ് അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഇടാമെന്ന് മാത്രം കരുതിയിട്ടിട്ടതാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.